സ്വാതന്ത്ര്യ സമര സേനാനി എന്ന പേരിൽ പ്രചരണം നടത്തുന്ന വാര്യം കുന്നൻ കുഞ്ഞഹമ്മദ് ഹാജിയുടെ മാപ്പിള കലാപകാലത്തെ കൂടുതൽ ക്രൂരതകൾ പുറത്ത്. ജമാഅത്തെ ഇസ്ലാമിയുടെ കീഴിലുള്ള മാധ്യമം ആഴ്ച പതിപ്പിൽ 2018 ഒക്ടോബറിലാണ് മാപ്പിള ലഹള സമയത്ത് ജീവിച്ചിരുന്ന ആക്കപ്പറമ്പിൽ സൈദാലി ഹാജിയുടെ എക്സ്ക്ലൂസീവ് അഭിമുഖം പ്രസിദ്ധീകരിച്ചത്. 57 വർഷത്തിന് ശേഷം കണ്ടെടുത്ത ഡയറി കുറിപ്പുകളാണ് ആഴ്ചപ്പതിപ്പിൽ. മാപ്പിള കലാപകാലത്ത് നിരവധി ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്ത വാര്യം കുന്നന്റെ പേരിൽ മലപ്പുറം നഗരസഭ നഗരത്തിൽ സ്മാരകമായി ടൗൺ ഹാൾ നിർമ്മിച്ചിട്ടുണ്ട്. നിരവധി പേരെ രാജ്യസ്നേഹികളാക്കി വളർത്തിയ ഡോക്ടർ കേശവ ബൽറാം ഹെഡ്ഗേവാറിന്റെ പേരിൽ പാലക്കാട് നഗരസഭ ഭിന്നശേഷിക്കാർക്കായി നൈപുണ്യ വികസന കേന്ദ്രം സ്ഥാപിക്കുന്നതിനെ എതിർക്കുന്നവർ ഹിന്ദു കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ വാര്യം കുന്നൻ കുഞ്ഞഹമ്മദ് ഹാജിയുടെ പേരിൽ സ്ഥാപിച്ച മലപ്പുറം നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്മാരകത്തെ കണ്ടില്ലെന്ന് നടിക്കുന്നു. ഇയാൾ ഒളിവിൽ കഴിഞ്ഞിരുന്ന ചേക്കോട് മറ്റൊരു സ്മാരകം പണിയാൻ മുസ്ലിം ലീഗ് ഭരിക്കുന്ന മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഫണ്ട് അനുവദിച്ചപ്പോഴും കോൺഗ്രസോ CPMോ എതിർപ്പുമായി രംഗത്തെത്തിയില്ല. 1921 മാപ്പിള കലാപകാലത്ത് മതാന്ധത ബാധിച്ച വാര്യം കുന്നൻ കുഞ്ഞഹമ്മദ് ഹാജിയും ആലി മുസ്ലിയാരും അടങ്ങുന്ന സംഘം നിരവധി ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്തുവെന്ന് നിരവധി ചരിത്ര പുസ്തകങ്ങളിൽ എഴുതിയിട്ടുണ്ട്. എന്നിട്ടും ഇയാൾക്കായി മലപ്പുറം ചേക്കോട് പണിയാൻ നീക്കം നടക്കുന്ന സ്മാരകത്തിനെതിരെ പേരിന് പോലും പ്രതിഷേധം സംഘടിപ്പിക്കാൻ കോൺഗ്രസോ CPMോ തയ്യാറായിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖപത്രമായ മാധ്യമത്തിന്റെ ആഴ്ചപ്പതിപ്പിലും വാര്യം കുന്നന്റെ ക്രൂരതകളെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. 1921 ജീവിച്ചിരുന്ന ആക്കപ്പറമ്പിൽ സൈദാലി ഹാജിയുടെ ഡയറി കുറിപ്പുകൾ 57 വർഷത്തിന് ശേഷം കണ്ടെടുത്തവയാണ് 2018 ആഴ്ചപ്പതിപ്പ് പ്രസിദ്ധീകരിച്ചത്. വെള്ളയങ്ങാട്ടുകാരനായ വാര്യം കുന്നൻ കുഞ്ഞഹമ്മദ് ഹാജി സ്വമേധയാ രാജാവാണെന്ന് പറഞ്ഞ് പല യോഗ്യന്മാരെയും സാധുക്കളെയും പല ആരോപണങ്ങളും ചുമത്തി കൊല്ലുകയും മഞ്ചേരി ഖജനാവിലുണ്ടായിരുന്ന 13.5 ലക്ഷം ഉറുപ്പിക കൊള്ള ചെയ്ത് പ്രദേശത്ത് കലാപം സൃഷ്ടിച്ചെന്നും സൈദാലി ഹാജിയുടെ ജീവചരിത്രത്തിൽ പറയുന്നുണ്ട്. ചില മുസ്ലിങ്ങളെയും പൂർവ്വ വൈരാഗ്യം വെച്ച് കൊലപ്പെടുത്തി. കൊല്ലപ്പെട്ട പലരുടെയും പേരുകളും സൈദാലി ഹാജി ജീവചരിത്രത്തിൽ പറയുന്നുണ്ട്. 1894 ജനിച്ച സൈദാലി ഹാജി കർഷകനും കച്ചവടക്കാരനുമായ ആക്കപ്പറമ്പിൽ വീരാന്റെ രണ്ടാമത്തെ മകനാണ്. ചരിത്രകാരൻ തിരൂർ ദിനേശ് രചിച്ച നിലവിളി നിലയ്ക്കാത്ത കിണറുകൾ എന്ന ചരിത്ര പുസ്തകത്തിലും വാര്യം കുന്നന്റെയും കൂട്ടരുടെയും ക്രൂരതകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഊരുകം മലയിലെ കിളിനക്കോട് കിണറ്റിൽ ഹിന്ദുക്കളുടെ തല വെട്ടിയിട്ടതായും പുസ്തകത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. ഇങ്ങനെ ക്രൂരകൃത്യങ്ങൾ ചെയ്ത വാര്യം കുന്നൻ കുഞ്ഞഹമ്മദ് ഹാജിയുടെ പേരിൽ ടൗൺ ഹാൾ നിർമ്മിച്ചപ്പോഴും സ്മാരകം നിർമ്മിക്കാൻ ഫണ്ട് അനുവദിച്ചപ്പോഴും ഇല്ലാത്ത പ്രതിഷേധം ഹെഡ്ഗേവാറിനെതിരെ ഉയർത്തുന്നത് ഇരട്ടത്താപ്പാണെന്നാണ് ആരോപണം. ശിവദാസ് കന്മനം, ജനം, മലപ്പുറം.